everyone, welcome to another video. എൻ്റെ പേര് മരിയ എന്നാണ് ട്രിപ്പിൾ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. CSET സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ICSI ബോർഡ് എല്ലാ മന്തും ഒരു ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആൻസേഴ്സും ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ് Waves 2025 was held from May 1 to 4, 2025 to bring together global media and entertainment industry leaders where the summit was held എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വേവ്സ് 2025 നമ്മുടെ ഇന്ത്യയിൽ നടന്നൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ മെയിൻ എയിം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യനെ ഒരു ഗ്ലോബൽ ലീഡറാക്കി മാറ്റുക മീഡിയ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് സെക്ടേഴ്സിൽ. എന്ത് യൂസ് ചെയ്തിട്ട്? മെറ്റവേഴ്സും AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ടെക്നോളജിസ്റ്റും ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുപാട് ഇൻഡസ്ട്രിയൽ ലീഡേഴ്സും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഓവർ 90+ കൺട്രീസും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് ഈ ഒരു സബ്മിറ്റ് നടന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ജിയോ വേൾഡ് സെൻറ്റർ മുംബൈയിലാണോ, പ്രാഗതി മൈഡൻ ന്യൂഡൽഹിയിലാണോ, ഇന്ത്യ എക്സ്പോ സെൻറ്റർ ഗ്രേറ്റർ നോയിഡയിലാണോ, വിഗ്യാൻ ഭവൻ ഡൽഹിയിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ജിയോ വേൾഡ് സെൻറ്റർ മുംബൈയിലാണ് നമ്മുടെ വേവ്സ് 2025 എന്ന് പറഞ്ഞ ഈ ഒരു സബ്മിറ്റ് നടന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി ആപ്ലിക്കേഷൻ വാലിഡേഷൻ ആൻഡ് ഓതറൈസേഷൻ PRAVA portal, a digital platform, was launched to offer a streamlined, transparent and trackable mechanism for various regulatory approval process. Which of the following organization launched this ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഓക്കെ, അപ്പോൾ പ്രാവ എന്ന് പറയുന്ന ഒരു സെക്യൂർ ആയിട്ടൊരു വെബ് ബേസ്ഡ് പോർട്ടലാണ്. ഓക്കെ, ഇത് ആരാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞതിന് ശേഷം ഇതെന്താണെന്ന് മിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, നീതി ആയോഗ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രാവ എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ടൽ, ഈ ഒരു ഡിജിറ്റൽ പോർട്ടൽ ലോഞ്ച് ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ പല കമ്പനീസ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ RBIയുടെ അപ്രൂവൽ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈസൻസും ഓതറൈസേഷൻസും പെർമിഷൻസും ഒക്കെ ആവശ്യമാണ്. ഇതൊക്കെ ഡിജിറ്റലി സബ്മിറ്റ് ചെയ്ത് റെഡിയാക്കാനായിട്ടാണ് RBI പ്രാവ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ അമംഗ് ദ ഫോളോയിങ് ഹാസ് ബീൻ റീസെൻ്റ്ലി അപ്പോയിൻറ്റഡ് ആസ് ദി ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR? ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ICARൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻ്റ് ആയത് ആരെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ റീസെൻ്റ് എന്ന് പറയുമ്പോൾ April 21 ഈ ഒരു സംഭവം നിലവിൽ വന്നത്. April 21, 2025 പുതിയ ഡയറക്ടർ ജനറൽ വന്നത്. ഓക്കെ, 3 വർഷത്തെ 3 years ടേമിനാണ് പുതിയ ആളെ നമ്മൾ നിയമിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അത് ആരെന്നാണ് ചോദ്യം. അജയ് കുമാർ സിൻഹയാണോ, ഡോക്ടർ മങ്കിലാൽ ആണോ, രാജ് കിഷോർ സിംഗ് ആണോ, അതൊന്നാണ് ഓഫ് ദി എബോവ് ആണോ? ഇവരാരുമല്ല. യെസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ മങ്കിലാൽ ആണ്. എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ICARൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. 3 വർഷത്തേക്കാണ്. April 21, 2025 അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് കയറി. ഇനി 3 വർഷത്തേക്ക് അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന ഇസ് സെറ്റ് ടു റിട്ടയർ ഓൺ 13th May 2025. Who among the following will sworn in as the 52nd Chief Justice of India? ഓക്കെ, ഇന്ത്യയിലെ 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ആരാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നേരത്തെ ഉണ്ടായിരുന്ന സഞ്ജീവ് ഖന്നയായിരുന്നു നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 13th May 2025 അദ്ദേഹം റിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ആരാണ് വരുന്നതെന്നാണ് ചോദ്യം. അതായത് 14th May ആരാണ് വരുന്നതെന്നാണ് ചോദ്യം. ഓൾറെഡി വന്നു, ആരെന്നാണ് ചോദ്യം. നോക്കിയേ, സൂര്യകാന്ത് ആണോ, NV രമണ ആണോ, DY ചന്ദ്രചൂഡ് ആണോ, ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണോ? യെസ്, പേരിൽ കനമുള്ളതുപോലെ തന്നെ അദ്ദേഹമാണ്. ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇദ്ദേഹം നേരത്തെ ബോംബെ ഹൈക്കോർട്ട് ഫോമർ ജഡ്ജായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, 14th May 2025 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് പദവി ഏറ്റെടുത്തത്. Okay, and next question okay. India's first AI-powered real-time forest alert system was launched to instantly detect encroachment, land use changes, and forest deforestation. Which of the following state launched this system?
അതായത് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആദ്യമായിട്ട് ഏത് സ്റ്റേറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓക്കെ, ഈ AI റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റിൽ കാടുകളിൽ ഇപ്പോൾ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫോറസ്റ്റ് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, ഇപ്പം വൈൽഡ് ഫയറോ അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും കടന്നു കയറുകയോ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു അലാം പോലെ ഇങ്ങനെ സെറ്റ് ആവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് ചോദ്യം. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരള, മഹാരാഷ്ട്ര. യെസ്, നമുക്കറിയാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മധ്യപ്രദേശ്. MP ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In the first 10 overs of a cricket game, the run rate was only 3.2. What should be the run rate in the remaining 40 overs to reach the target of 282 runs? ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 50 ഓവേഴ്സ് ഉള്ളൊരു ക്രിക്കറ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ആദ്യത്തെ 10 ഓവറിൽ 3.2 ആയിരുന്നു റൺ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3.2 ആയിരുന്നു റൺ റേറ്റ്. അപ്പോൾ എത്ര റൺസ് എടുത്തു എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 ഇൻറ്റു എത്ര ഓവറിൽ എത്ര റൺ റേറ്റ്? 3.2. യെസ്, അപ്പോൾ എത്ര കിട്ടും? 32 റൺസ് എടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഷുഡ് ബി ദ റൺ റേറ്റ് ഇൻ ദ റിമൈനിങ് 40 ഓവേഴ്സ് ടു റീച്ച് ടാർഗറ്റ് ഓഫ് 282 റൺസ്. ഓക്കെ, അപ്പോൾ 282 റൺസിൽ എത്താൻ വേണ്ടി നമ്മൾ 40 ഓവേഴ്സിൽ എത്ര റൺ റേറ്റ് എടുക്കണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എത്രയാണ്? 32 റൺസ് എടുത്തു. അപ്പോൾ നമുക്കിനി റിമൈനിങ് എത്രയാണ് ഉള്ളത്? റിമൈനിങ് റൺസ് എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് റൺസ് എന്ന് പറയുമ്പോൾ യെസ് 282 മൈനസ് 32 വരും. യെസ്, ഇനി നമുക്ക് എത്രയാണ് വേണ്ടത്? 250 റൺസ് നമ്മൾ എടുക്കണം. ഓക്കെ, 250 40 ഓവേഴ്സിൽ 250 റൺസ് നമ്മൾ എടുക്കണം. അതിൻ്റെ റൺ റേറ്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ റൺ റേറ്റ്, റിമൈനിങ് റൺ റേറ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 250 ഡിവൈഡഡ് ബൈ എത്രയാണ്? 40 ചെയ്താൽ മതിയാവും. യെസ്, അപ്പോൾ എത്രയാണ് കിട്ടുക? 6.25. 6.25 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റൺ റേറ്റ് എന്ന് പറയുന്നത്. 282 റൺസും കൂടി ആക്കാൻ വേണ്ടി 40 ഓവറിൽ നമ്മൾ എത്രയാ? 6.25 റൺ റേറ്റ് എങ്കിലും മിനിമം എടുത്തിരിക്കണം. സിമ്പിൾ അല്ലേ? യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഗ്രോസർ ഹാസ് എ സെയിൽ ഓഫ് ₹6435, ₹6927, ₹6855, ₹7230 and ₹6562. Okay, for 5 consecutive months. How much sale must he have in the 6th month so that he gets an average sale of ₹6,500? Okay, ഇവിടെ എന്താ 5 മാസത്തെ 5 കോൺസിക്യൂട്ടീവ് മന്ത്സിലെ സെയിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് 6500, അതായത് 6ാമത്തെ മാസത്തെ എത്രയായിരിക്കണം നമ്മുടെ സെയിൽ. ഓക്കെ, 6ാമത്തെ മാസത്തെ സെയിൽ നമ്മുടെ അടുത്ത് തന്നിട്ടില്ല, പക്ഷേ 6 മാസം കൂട്ടിക്കഴിഞ്ഞുള്ള ഒരു ആവറേജ് കണക്ക്, ഒരു ആവറേജ് സെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ 6ാമത്തെ മാസത്തെ സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, എല്ലാ സെയിൽസും കൂടെ എഴുതുക. 6435 എഴുതി, പ്ലസ് 6927 എഴുതി, 6855 എഴുതി, 7230 പ്ലസ് 6562. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 6ാമത്തെ നമുക്ക് അറിയത്തില്ല, അപ്പോൾ നമ്മളവിടെ എന്തെടുക്കും? പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. നമുക്ക് ആ ഒരു അറിയാത്ത സംഖ്യയാണ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, = എത്രയാണ്? 6500. ഇത് മൊത്തം കൂട്ടി കഴിയുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഇത് മൊത്തം കൂട്ടി ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6500 ആണ് കിട്ടുക, അല്ലേ? അതല്ലേ കറക്റ്റ്? അതല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്? യെസ് ആണ്. എന്താണ്? 6 മാസത്തെ മൊത്തം സെയിൽസ് എടുത്ത് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6500 ആവറേജ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ 6ാമത്തെ മാസത്തെ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലേ? അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ എന്താ? അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത് മൊത്തം കൂടി നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ്? 6500 × 6 വരും. ആൻഡ് എന്താണ്? ഈ 6435, 6927, 6855, 7230 ആൻഡ് 6562 എല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 34009 പ്ലസ് എക്സും ഉണ്ട്, അല്ലേ? യെസ്. അപ്പോൾ 6500 × 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 39,000 കിട്ടും. = 34009 എക്സ് എന്ന് നമുക്ക് വരാം. ഓക്കെ, എന്നിട്ട് എന്താണ്? പ്ലസ് എക്സ്. അപ്പോൾ ഈ എക്സിനെ നമുക്ക് ഇപ്പുറത്തോട്ടാക്കാം. ആൻഡ് എന്താണ്? 39,000 മൈനസ് 34,009 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4991. ഇതാണ് നമ്മുടെ 6ാമത്തെ മാസത്തെ ആദ്യത്തെ എ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 6ാമത്തെ മാസത്തെ എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്.
സിമ്പിൾ അല്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്.